ഓണത്തിന് അട ഉണ്ടാക്കാൻ വേണ്ടി 2 ശർക്കര വെള്ളമൊഴിച്ച് ഞാനത് അലിയിക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അത് അരിച്ചെടുത്തതാണത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഏലക്കായും ജീരകം ഇട്ടുണ്ട്, നാളികേരം ഇട്ടു. അപ്പോൾ അതായി വരട്ടെ. ഇതൊരു 1.5 കപ്പ് അരിപ്പൊടിയുണ്ട്, നൈസ് പൊടിയാണ്, പത്തിരിപ്പൊടി. അതിൽ ഉപ്പിട്ട് പാകമാക്കി എടുക്കുകയാണ് ഞാൻ അടയ്ക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ അളവ് ഞാൻ പറയില്ല, കാരണം ഓരോ പൊടിക്കും ഓരോ അളവാണ് വെള്ളത്തിൻ്റെ. അതുകൊണ്ട് വെള്ളമൊഴിച്ച് നമുക്ക് പാകമാക്കാമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പൊടിയുടെ വറവിനനുസരിച്ച് വെള്ളത്തിന് വ്യത്യാസം വരും. അപ്പോൾ ഞാൻ ആക്കി കഴിയുമ്പോൾ പറയാം. അപ്പോൾ ഉപ്പും വെള്ളമൊഴിച്ച് ഞാനത് പാകമാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പാകം. ഈ കട്ടിയിൽ വരണം. എന്നാൽ തീരെ കട്ടി കുറയാൻ പാടില്ല, കാരണം അത് ഇലയിൽ ഒഴിക്കുമ്പോൾ അങ്ങനെ ഒഴുകിപ്പോവും. അപ്പോൾ കട്ടി അത്യാവശ്യം വേണം താനും. അപ്പോൾ അതൊരു സ്പൂൺ എടുത്തിട്ട് ഞാൻ ഇലയിൽ ഒഴിക്കുകയാണ്. എനിക്കത് ശരിക്കും കാണിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. അത് ഒഴിച്ചിട്ട് പരത്തിയതിന് ശേഷം 1 സ്പൂണ് നാളികേരം ശർക്കരയും കൂടി ഉള്ളത് എടുത്ത് ഒരു അരുവിന് വെച്ചിട്ട് അത് മടക്കാം. അതാണ് വളരെ നൈസായിട്ടുള്ള അട കിട്ടുന്നത്. എനിക്ക് ശരിക്കും അത് കാണിക്കാൻ പറ്റിയില്ല. അപ്പം ഇങ്ങനെ വളരെ നൈസായിട്ട് പരത്തിയതിന് ശേഷം അതിൻ്റെ ഒരറ്റത്ത് 1 സ്പൂണ് നാളികേരം ശർക്കരയും കൂടി ജീരകവും ഏലക്കായൊക്കെ ചേർത്ത് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇല മടക്കുക. അങ്ങനെ ആവിയിൽ വേവിച്ചെടുത്താണ് ഇത്. വളരെ നൈസായിട്ടുള്ള അടയാണത്, ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത അടയാണ്, എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് കണ്ടോ, നല്ല സോഫ്റ്റാണ്, വളരെ കനം കുറഞ്ഞത്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്